നമ്മൾ ആർജിക്കുന്നത് ചെറിയ അറിവുകളാണെങ്കിലും അതിന് അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇതുപോലൊരു സ്കില്ലേജ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇനിയുള്ള ഫ്യൂച്ചർ ഫിനിഷിംഗ് സ്കൂളുകൾക്കാണ്, ക്യാമ്പസുകൾക്കല്ല. ലോകത്ത് നിങ്ങൾ നോക്കൂ, ഇനി ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ആർക്ക് വേണം? സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇനി സർട്ടിഫിക്കറ്റുകൾ ഒരാൾ പോലും പരിശോധിക്കില്ല. ഇപ്പം തന്നെ പരിശോധിക്കുന്നില്ല കേട്ടോ. ഇന്ത്യയിലും കേരളത്തിലും അല്ലാതെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന ലോകത്തൊരു രാജ്യവും ഇല്ല. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മാത്രം മതി, നിങ്ങളുടെ എലിജിബിലിറ്റി മാത്രമാണത്. പക്ഷേ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സ്കില്ലും മാത്രമാണ്. പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഇന്നത്തെ ഒരു കാലത്ത് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ടെക്നോളജി കണക്ട് ചെയ്യാത്തതൊന്നും ജീവിക്കുകയില്ല. ഗുഡ് മോർണിംഗ് ആൾ. ഇവിടെ ബിഷർ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ സ്കില്ലിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരു കോട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ വിങ് ബട്ട് ദ സ്കിൽ ഈസ് ഹൗ ടു ഫ്ലൈ. ഇതാണ് അതിൻ്റെ എസെൻസ്. നമുക്കെല്ലാ അറിവും, നമ്മൾ നേടുന്ന എല്ലാ അറിവുകളും നമ്മുടെ ചിറകാണ്. പക്ഷേ പറക്കാൻ ചിറകുള്ളത് കൊണ്ട് മാത്രം കഴിയില്ല. പറക്കാനുള്ള ചിറകാണ് സ്കില്ലേജ് നൽകുന്നത് എന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലത്ത് നമ്മൾ നിരന്തരമായി ലേൺ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണ് എൻ്റെ ലോ പൂർത്തീകരിച്ചത്. തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ ഞാൻ MLA ആയി ജയിച്ചപ്പോൾ തന്നെ ആദ്യം ചേർന്നത് തിരുവനന്തപുരം ലോ അക്കാഡമിയിലാണ്. ഞാനിപ്പോൾ ലോ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുന്നോർത്തങ്ങളെ വൈഫ് എല്ലാവരും ഉണ്ട്. നമ്മുടെ എല്ലാവരും മുഖം മറച്ചുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടും മനസ്സിലാകുന്നില്ല. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യം, നിങ്ങളൊക്കെ ഈ ഒരു സ്ട്രൈറ്റ് പാത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്കില്ലേജിൽ വരുന്നല്ലോ എന്നുള്ളതാണ്. ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. കാരണം നമ്മൾ നിരന്തരമായി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ കാലത്ത് മനുഷ്യൻ ആർജിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്കാർക്കും ഇൻഫർമേഷൻ ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്നാണ് ഈ കാലത്തിൻ്റെ സവിശേഷതയായി നമുക്ക് പറയാൻ പറ്റുക. യുവാൽ ഹരാരിയുടെ ഒരു പുതിയ പുസ്തകമുണ്ട്, നെക്സസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം ശരിക്കും ഫ്രം സ്റ്റോൺ ഏജ് ടു AI എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഏറ്റവും ആദിമകാലം മുതൽ മനുഷ്യൻ സഞ്ചരിച്ച നരവംശാസ്ത്രത്തിൻ്റെ യാത്രകളുടെ ഒരു പുസ്തകമാണത്. മനുഷ്യൻ ഏൺ ചെയ്തത് എന്താണ്? ഇന്ന് നമുക്കെല്ലാം ഫിംഗർ ടിപ്പിലാണ്. AI നമുക്കെല്ലാം വളരെ സ്പെസിഫിക്കായി കസ്റ്റമൈസ്ഡ് ആയിട്ട് നൽകുകയാണ്. ഇതുവരെ ഗൂഗിളിൻ്റെ കാലമായിരുന്നു. ഗൂഗിളിൻ്റെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ നമുക്ക് ഒരുപാട് ലിങ്കുകളായിരുന്നു തരുന്നത്, അല്ലേ? എന്നിട്ട് നമ്മൾ ആ ലിങ്കുകളിലേക്ക് കയറി നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ നന്നായി കുക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ റെസിപ്പി നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഏറ്റവും ടേസ്റ്റിയായ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുക എന്ന് നമ്മൾ റെസിപ്പി ചോദിച്ചാൽ ഗൂഗിൾ നമുക്ക് ഏറ്റവും നല്ല റെസിപ്പി ഉണ്ടാക്കി തരാൻ ശ്രമിക്കും. എങ്ങനെയാണ് അത് ശ്രമിക്കുന്നത്? അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഈ ലോകത്ത് ഹൈദരാബാദി ബിരിയാണിയുള്ള എല്ലാ ലിങ്കിലേക്കും അത് പോകും. ആ ബിരിയാണിയുടെ എല്ലാ മെനു അത് പരിശോധിക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഓർഡർ ഏത് റെസ്റ്റോറൻറ്റിലെ ബിരിയാണിക്കാണെന്ന് നോക്കും. അവരെ റെസിപ്പി കൂടി എടുക്കും. അത് നമുക്ക് ആദ്യം തരും. ഇതാണ് ഗൂഗിൾ ചെയ്തത്. ഞാൻ നിങ്ങൾക്കൊരു മനസ്സിലാവാൻ വേണ്ടി വളരെ സിമ്പിളായി പറയാണ്. എന്നാൽ നിങ്ങളത് നേരെ ChatGPTയിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ എവിടുന്നാണ്? നിങ്ങൾ മലപ്പുറത്തു നിന്നാണ് നിങ്ങൾ ഈ റെസിപ്പി ചോദിക്കുന്നതെങ്കിൽ മലപ്പുറത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് എന്താണെന്ന് AI അപ്പോൾ തന്നെ അൽഗോരിതം വെച്ച് എടുക്കുകയാണ്. എന്നിട്ട് ഈ ലോകത്ത് ഉള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ ബിരിയാണിയുടെയും സെക്കൻഡുകൾക്കകം AI യാത്ര ചെയ്യാണ്. സെക്കൻഡുകൾക്കകം
വിതിൻ സ്പാൻ ഓഫ് സെക്കൻഡ്സ്. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഒരു റെസിപ്പി എടുക്കുന്നതിന് പകരം ഏറ്റവും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ നാടിനും നിങ്ങളുടെ രുചിക്കും നിങ്ങളുടെ നാവിനും നിങ്ങളുടെ നാവിലെ രസഗുളങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി AI ഉണ്ടാക്കി തരുന്നു. ഇതാണ് ഗൂഗിൾ കാലത്ത് നിന്ന് AI കാലത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ആം ഐ കറക്റ്റ്? ഇതാണ് സംഭവിക്കുന്നത് ലോകത്ത്. എന്ന് പറഞ്ഞാൽ ഇന്നിനി മനുഷ്യന് ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ്. അതിൽ യുവാൽ ഹരാരി പറയുന്നുണ്ട്, മനുഷ്യന് ആവശ്യമില്ല എന്ന് പറയുന്ന ചോദ്യം അസ്ഥാനത്താണെന്നും അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലെന്നും ഏറ്റവും വലിയ ഹ്യൂമനോയിഡുകളായിട്ടുള്ള റോബോട്ടുകൾ ലോകത്ത് നടത്താൻ പോകുന്ന വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹ്യൂമനോയിഡുകളായ റോബോട്ടുകൾ മനുഷ്യനെപ്പോലെ റോബോട്ടുകളെ സൃഷ്ടിക്കുമെന്നും ആ സൃഷ്ടിക്കുന്ന റോബോട്ടുകൾ പിന്നെ അതിനെ വീണ്ടും റിപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നും അത് മനുഷ്യനോട് യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അവസാനം മനുഷ്യൻ തന്നെ ജയിക്കുമെന്നാണ് യുവാൽ ഹരാരി പറയുന്നത്. അതിന് വ്യത്യസ്തമായി പറയുന്ന ആളുകളുമുണ്ട്. അവസാനം ഉറക്കത്ത് വന്ന മനുഷ്യനെ ഈ ഹ്യൂമനോയിഡിനെ കൊന്നളിഞ്ഞാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് US എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ പോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം US പോയപ്പം അവൻ്റെ വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പം US ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പുല്ല് വെട്ടുന്നത് എല്ലാവരും ഒരേ ഹൈറ്റിൽ വെട്ടണം. പുല്ല് നേരെ വളർന്നാലും ഫൈനാണ്, താഴ്ന്നാലും ഫൈനാണ്. അയൽവാസികൾ തമ്മിൽ പിന്നെ അവിടെ ഫെൻസ് ഇല്ല, ഒരു വീട് തമ്മിലും ഫെൻസ് ഇല്ല, ഫെൻസ് ഇല്ലാത്ത വീടുകളാണ്. അതുകൊണ്ട് ഈ പുല്ലിൻ്റെ വേരിയേഷൻ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അവനിപ്പോൾ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതുവരെ ഒരു സിറിയക്കാരനായിരുന്നു അവൻ്റെ വീട്ടിൽ പുല്ല് വെട്ടിയിരുന്നത്. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ആ സിറിയക്കാരനെ പിരിച്ചു വിട്ടു, ഒരു ഹ്യൂമനോയിഡിനെ വാങ്ങി. മൂപ്പരെന്താ വെച്ചാൽ ഒരു നിലക്കും ഈ പുല്ലിനെ വളരാനോ താഴാനോ സമ്മതിക്കില്ല. മൂപ്പര് നേരെ വന്ന് രാവിലെ തന്നെ മൂപ്പര് പണി ഫുൾ പുല്ല് വെട്ടലാണ്. പുല്ല് വെട്ടി നേരെ ചാർജറിൽ പോയി അവിടെ ഇരിക്കും. എന്നിട്ട് ചാർജ് ചെയ്ത് റെഡിയായി രണ്ടാമതും പുല്ല് വെട്ടാൻ വരും. നിങ്ങൾ നോക്കൂ, നമ്മൾ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൻ്റെ അതിവേഗതയെക്കുറിച്ച് നിങ്ങൾ ഇന്ന് പഠിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മളിനി നാളെ ജീവിക്കേണ്ട ഒരു കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവുകൾ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ വിഷർ പറഞ്ഞതിലൊരു വാക്ക് ഞാൻ വളരെ പ്രധാനമായി എടുത്ത് ഉദ്ധരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ അറിവുകളല്ല അടുത്ത കാലത്ത് ആവശ്യമുള്ളത്. അറിവില്ലാത്ത ഒരാളും ഇനി ഉണ്ടാവില്ല. ഞാൻ പലപ്പോഴും സ്കൂളിലും കോളേജിലൊക്കെ പരിപാടിക്ക് പോകുമ്പം അധ്യാപകരെ മുഖത്ത് ദയനീയമായി നോക്കാറുണ്ട്. കാരണം ഈ സാധുക്കൾ എന്തുമാതിരി കഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കാറുണ്ട്. കാരണം മുമ്പിലിരിക്കുന്ന ഒരു കുട്ടിയോടും കോമ്പറ്റ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഒരു മാഷയ്ക്കും കഴിയാത്ത കാലമാണിത്. അത്ര പ്രശ്നസങ്കീർണമാണ്. കാരണം കുട്ടിൻ്റെ മുമ്പിൽ ചാറ്റ് GPT ആണ്. അപ്പോൾ ആ ചാറ്റ് GPT വെച്ചിട്ട് ഒരിക്കലും മാഷയ്ക്ക് കോമ്പറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ എത്ര ടെക്നോളജിയോട് അഡാപ്റ്റഡ് ആവുന്നു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നത്തെ ഒരു കാലത്ത് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ടെക്നോളജി കണക്ട് ചെയ്യാത്തതൊന്നും ജീവിക്കുകയില്ല. ഇപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം കൂടെ പറയാം. നമ്മളെ ഖുത്ബ, വെള്ളിയാഴ്ചത്തെ ഖുത്ബനെ പറ്റി പറഞ്ഞു, ശരിക്കും ഒരു ഖുത്ബ ആപ്പ് ഉണ്ടാക്കിയാൽ നല്ല സ്കോപ്പുണ്ട് സാധനത്തിന്. ഖുത്ബ തന്നെ എല്ലാവർക്കും മനസ്സിലായുണ്ടോ? മനസ്സിലാകാത്ത കുട്ടികളും ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടത്തുന്ന പ്രസംഗത്തിനാണ് ഖുത്ബ എന്ന് പറയുക. അപ്പോൾ ആ വെള്ളിയാഴ്ചത്തെ ഒരു ഉത്ബോധന പ്രസംഗമാണ്. അപ്പോൾ അവൻ പറയുന്നൊരു പോയിൻ്റ്, ഇനി നമ്മൾ ഖുത്ബ ഉണ്ടാക്കുമ്പം വെള്ളിയാഴ്ച പറയേണ്ടത് ഒരു ഉസ്താദ് ഒരു 2 ദിവസം വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് പോയിൻ്റുകൾ എഴുതി ഹദീസും ഖുർആനൊക്കെ എടുത്തിട്ടായിരിക്കും പ്രസംഗിക്കാൻ വരിക. എന്നാൽ നിങ്ങളിത് AIക്ക് കൊടുത്താൽ വളരെ കൃത്യമായിട്ട് മൂപ്പര് ഖുത്ബ ഉണ്ടാക്കി തരും. ഖുത്ബ ഉണ്ടാക്കി തരുന്നു മാത്രമല്ല, ഈ മൊയ്ലിയാർക്ക് ഒരിക്കലും അറിയാത്ത കുറേ വിവരം AIക്ക് അറിയാം. കാരണം ഈ മഹലിലെ മനുഷ്യന്മാർ ഏതൊക്കെ സൈറ്റിലൂടെ പോണു, ഏതെല്ലാം വേണ്ടാത്ത സൈറ്റ് അവർ കയറുന്നുണ്ട്, ഏതെല്ലാം റീൽ അവർ കാണുന്നുണ്ട്, ഏതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ മഹലിലെ ആളുകൾ പോകുന്നുണ്ട്, ഓരോട് എന്താണ് പറയേണ്ടതെന്ന് മൊയ്ലിയാർക്ക് പറഞ്ഞു കൊടുക്കാൻ AI മതി. ആം ഐ റൈറ്റ്? ഇതാണ് സംഭവിക്കാൻ പോണ കാര്യം. ഇത്രയേറെ ദ്രുതഗതിയിലുള്ള മാറ്റം മനുഷ്യനെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരിക്കലും റീപ്ലേസ് ചെയ്യല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ AIയുടെ മുകളിലേക്ക് വളരാൻ നിങ്ങൾക്ക് സാധിക്കുക മാത്രമാണ്
ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി തീരുക. ഇപ്പോൾ ഈ ലിറ്ററസി എന്നൊക്കെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ AI ലിറ്ററസി എന്ന് പറയുന്നത് ജീവിക്കാൻ ആവശ്യമാണ്. ഇനി ശ്വാസം കഴിക്കാൻ AI ലിറ്ററസി ആവശ്യം വരും. കാരണം അത്രയേറെ ടെക്നോളജി മാത്രം ഭരിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് റൂം, ഇനി എത്ര കാലം നമ്മുടെ കോളേജ് ബ്രിക്ക് ആൻഡ് മോർട്ടറിൽ ഉണ്ടാവും? നമ്മളെ ക്ലാസ് റൂം എത്ര കാലം നമ്മളിപ്പോൾ പറയുന്ന പോലത്തെ ഒരു ക്ലാസ് റൂം ആവും? ഇപ്പോൾ വെർച്വൽ ടൂർ വളരെ വ്യാപകമായി വരികയാണ്. ആൾക്കാർക്ക് എന്തില്ല, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ, കാനഡയിൽ പോകണമെങ്കിൽ, US പോകണമെങ്കിൽ നമ്മൾ പോവുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ട്. അതെന്താണ്? 16 മണിക്കൂർ 24 മണിക്കൂറും 28 മണിക്കൂറും ഒക്കെ കാനഡയിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ അതും കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂസിലാൻഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മണിക്കൂറുകൾ ഇരുന്നാണ് ഫ്ലൈ ചെയ്യുന്നത്. എന്നാൽ മനുഷ്യന് ഈ ഫ്ലൈ ചെയ്യുന്ന അതേ സംഗതി ടൂറാണെങ്കിൽ നിങ്ങൾക്ക് വിർച്വലി ഒരു റൂമിലിരുന്ന് ആ ഫീലോടെ നിങ്ങൾക്ക് മഴ നനഞ്ഞ് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഫീൽ അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിനകത്തുനിന്നൊരു നയാഗ്ര അനുഭവിക്കാവുന്ന തരത്തിലേക്ക് വെർച്വൽ ടൂറുകൾ വരികയാണ്. ടൂറിസം മാറുകയാണ്. ഞാൻ പറയുന്ന ലോകത്ത് സംഭവിക്കുന്ന അനവധിയായ കാര്യങ്ങൾക്ക് നമ്മളൊന്നും ഉദ്ദേശിക്കുന്നതിലേക്ക് എത്രയോ അപ്പുറത്തേക്ക് മാറും. ഇപ്പോൾ ഇന്നലെ നിങ്ങളെ MD അല്ലേ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ പത്രസമ്മേളനം ഈ രാജ്യത്ത് തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന നിലക്ക് നടക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇനി ടെക്നോളജി ഉപയോഗിച്ചിട്ടല്ലാതെ പൊളിറ്റിക്സ് നടക്കില്ല. ഇനി ടെക്നോളജി ഉപയോഗിച്ചിട്ടല്ലാതെ ഒരു കച്ചവടവും നടക്കില്ല. ടെക്നോളജി ഉപയോഗിച്ചിട്ടല്ലാതെ സ്കെയിലപ്പ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൗ ടു എംപവർ പീപ്പിൾ എന്നുള്ളതാണ്. ഞാൻ വികസനത്തെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഉണ്ടാക്കിയത്, നമ്മൾ മനുഷ്യരാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. റോഡും പാലൊക്കെ നമുക്ക് നടക്കും, പക്ഷേ അതിലപ്പുറത്തേക്ക് ഹൗ ടു എംപവർ പീപ്പിൾ, മനുഷ്യൻ്റെ ജീവിതം, ഇതാണ് സ്കില്ലേജ് ചെയ്യുന്ന കാര്യം. നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പടവിൽ നിന്ന് നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങളെ മുന്നോട്ട് വെക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ഈ സ്കില്ലേജ് എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നൊരു സ്റ്റെപ്പ് നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ നിൽക്കാൻ അവകാശമില്ലാത്തവരായി മാറുന്ന ഒരു വളരെ 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 വേഗത്തിൽ മാറുന്ന ഒരു കാലമാണ് ലോകത്ത്. നിങ്ങൾ നോക്കൂ, ഇനി ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ആർക്ക് വേണം? സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇനി സർട്ടിഫിക്കറ്റുകൾ ഒരാൾ പോലും പരിശോധിക്കില്ല. ഇപ്പം തന്നെ പരിശോധിക്കുന്നില്ല കേട്ടോ. ഇന്ത്യയിലും കേരളത്തിലും അല്ലാതെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന ലോകത്തൊരു രാജ്യവും ഇല്ല. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മാത്രം മതി. നിങ്ങളുടെ എലിജിബിലിറ്റി മാത്രമാണത്. പക്ഷേ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സ്കില്ലും മാത്രമാണ്. പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ടെക്നോളജിയിലെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത് ചിലപ്പം വളരെ വളരെ കുറവായിരിക്കും. ഇനി കുറച്ച് കാലോട് കഴിഞ്ഞാൽ, അതോടെ പറയാം, ഞാൻ നീണ്ടുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും ഫുഡ് ഫ്രീ ആയിരിക്കും. ഫുൾ ഫ്രീ ആയിരിക്കും. കാരണം അത്തരത്തിലുള്ള ഒരു ഉൽപാദനത്തിൻ്റെ വിസ്ഫോടനം നടക്കാൻ പോവാണ് ലോകത്ത്. തക്കാളി, ക്യാരറ്റ്, വെജിറ്റബിൾ സാധനം, ഫ്രൂട്ട്സ് എല്ലാം ഇന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 10,000 മടങ്ങിലേക്ക് പോകാൻ പോവാണ്. അതുതന്നെ വളരെ ഷോർട്ട് സ്പാനിൽ ഇത് ഉണ്ടാക്കാനുള്ള ടെക്നോളജി വളർന്നു വരികയാണ്. ഇപ്പോൾ ഇസ്രായേലിലൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ടെക്നോളജി എന്നാൽ ഫാമിംഗ് ടെക്നോളജിയാണ്. ഇപ്പം ഞാൻ നേരത്തെ MLA ആവുന്നതിന് മുമ്പ് ഇസ്രായേലിൽ പോയിട്ടുണ്ട്, ഫലസ്തീനിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ നടക്കുന്ന പോളി ഹൗസ് ഫാമിംഗ് ആയിരുന്നു. അന്ന് ഞാനൊരു 8 വർഷം മുമ്പാണ് പോയത്. അന്നത്തെ അവിടുത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ഫാം ഹൗസുകൾ മീൻസ് നമ്മുടെ ഇന്നത്തെ പോളി ഹൗസുകൾ എന്ന് പറയുന്ന സാധനങ്ങൾ ഏറ്റവും നന്നായിട്ടുണ്ടാക്കുകയും വെർട്ടിക്കലായിട്ട് കൃഷി ചെയ്യുക. നമ്മളൊക്കെ വയലിലെ പാടത്തല്ലേ കൃഷി ചെയ്യുന്നത്, അവർ ആകാശത്താണ് കൃഷി ചെയ്യുന്നത്. നമ്മളിങ്ങനെ പരന്ന കൃഷിയല്ലേ നടത്തുന്നത്, ഹൊറിസോണ്ടൽ കൃഷിയല്ലേ, അവർ നേരെ മേലേക്കാണ് കൃഷി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതെത്രയും വേഗം. അപ്പോൾ മനുഷ്യന് ഇനി ഫുഡ് എന്ന് പറയുന്നത് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരില്ല. ഒരു സാധനവും പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരില്ല. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, എൻ്റർടൈൻമെൻറ്റ് കംപ്ലീറ്റ് ഫ്രീ ആവും.
നമ്മൾ ഇന്ന് കിട്ടുന്ന എല്ലാ എൻ്റർടൈൻമെൻറ്റും നമുക്ക് ഫ്രീ ആയി കിട്ടും. എന്നാൽ ഇനി വരാൻ പോണ പ്രശ്നം, മനുഷ്യന് ഫിസിക്കലായ ഫിറ്റ്നസ്സിനെ പോലെ വലിയ പ്രശ്നം നമ്മളെ തലച്ചോറിന് ഇനി എക്സസൈസ് വേണ്ടി വരും. കാരണം മൂപ്പർക്ക് ഒരു പണിയും ഉണ്ടാവില്ല. അതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ബേസിക് നീഡ്സിനെ മുഴുവൻ ലോകം മറികടക്കും. അപ്പോൾ ആ ബേസിക് നീഡ്സിനപ്പുറത്തുള്ള സാധ്യതകളിലേക്കാണ് ഇനി നമ്മൾ കണ്ണുവെക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ന് നമ്മളൊക്കെ വളരെ വളരെ സെലിബ്രിറ്റിയായി കാണുന്ന ലോകത്തെ ഏറ്റവും വലിയ ബില്യണയറായിട്ടുള്ള, ലോകത്തെ ഏറ്റവും വലിയ മുതലാളി, നിങ്ങൾക്കറിയാലോ ആളെ? അറിയില്ലേ? ആരാ? പറ. എലൻ മസ്ക്. എലൻ മസ്കിൻ്റെ ഏറ്റവും വലിയ കച്ചവടം എന്താണ്? പറ. സ്പേസ് എക്സ് അല്ലേ? സ്പേസ് എക്സിൻ്റെ മെയിൻ പരിപാടി എന്താണ്? റീയൂസബിൾ റോക്കറ്റ് ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ലോകത്ത് നടക്കാത്തൊരു കാര്യമായിരുന്നു. ഒരു റോക്കറ്റ് ഒരു പര്യവേഷണത്തിന് വിട്ടാൽ അത് കടലിലേക്ക് തിരിച്ചു പതിക്കാറായിരുന്നുണ്ട്. എന്നാൽ നാസയിൽ ഒരുപാട് വർഷങ്ങൾ നീണ്ട പരീക്ഷണത്തിനൊടുവിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച റോക്കറ്റ് അതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് നാസയിലേക്ക് തിരിച്ചിറങ്ങി. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. അത് സെലിബ്രേറ്റ് ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ള ഒരു ഫിലിം മീൻസ് ഒരു ഡോക്യുഫിക്ഷൻ ഉണ്ട്. ആ ഡോക്യുഫിക്ഷനിൽ ആ സ്റ്റോറി കംപ്ലീറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്താണ് എലോൺ മസ്ക് വിൽക്കുന്നത്? ചൊവ്വയിൽ സ്ഥലം വിൽക്കുകയാണ് മൂപ്പരെ പണി. ആരാ വാങ്ങുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായ പണക്കാർ, ട്രില്യണേഴ്സായിട്ടുള്ള ബില്യണേഴ്സായിട്ടുള്ള ലോകത്തെ പണക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എവിടെയാണെന്നറിയോ? ചൊവ്വയിൽ. എന്നിട്ട് എന്താണ് എലൻ മസ്ക് പറയുന്നത്? ഐ വിൽ ഡൈ ഇൻ മാർസ്. ഞാൻ മരിക്കുക എവിടെ ഇരിക്കും? ചൊവ്വയിലായിരിക്കും. ഞാൻ ഉറപ്പായിട്ടും മരിക്കുക ഭൂമിയിലല്ല, ഞാൻ ചൊവ്വയിൽ മരിക്കും എന്ന് പറയുന്ന എലൻ മസ്കിൻ്റെ ഒരു ഡയലോഗാണ് ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെയും ഈ സ്പേസ് എക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇന്ന് അതൊരു വലിയ $1 ട്രില്യൺ കമ്പനിയായി മാറിയെന്ന് മാത്രമല്ല, ആ പൈസ വെച്ചിട്ട് മൂപ്പര് ചെയ്യാൻ പോണത് ഭൂമി വിട്ട് മനുഷ്യന് പോകാൻ പറ്റുമെന്നും അവിടെ നമുക്ക് ചൊവ്വയിൽ ഉഷാറായിട്ട് താമസിക്കാൻ മറ്റൊരു ഭൂമി ഉണ്ടെന്നും ഉറപ്പിച്ച് പറയാൻ. അത് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് മനുഷ്യൻ യാത്രക്ക് ഒരുങ്ങുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അങ്ങനത്തെ ഒരു കാലത്ത് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്, നോട്ട് ഫോർ കേരള, നോട്ട് ഫോർ ഇന്ത്യ, നോട്ട് ഫോർ വേൾഡ്, ബട്ട് ഫോർ ഗ്ലോബ്. ഇനി നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ജോലി സാധ്യതയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു തലമുറയെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റുകളല്ല ഇനി സംസാരിക്കുക, നിങ്ങൾ നേടിയ സ്കില്ലുകൾ മാത്രമായിരിക്കും. അറിവ് എന്ന് പറയുന്നത് ഫ്ലഡഡ് ആണ്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫ്ലഡഡ് ആണ്. പക്ഷേ ഹൗ ടു യൂസ് ദിസ് ഇൻഫർമേഷൻ, ദോസ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആർജിക്കുന്നത് ചെറിയ അറിവുകളാണെങ്കിലും അതിന് അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇതുപോലൊരു സ്കില്ലേജ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇനിയുള്ള ഫ്യൂച്ചർ ഫിനിഷിംഗ് സ്കൂളുകൾക്കാണ്, ക്യാമ്പസുകൾക്കല്ല. ഇന്ന് ക്യാമ്പസിൽ നിന്നിറങ്ങുന്ന ഒരു കുട്ടിയും ഇൻഡസ്ട്രിക്ക് ഫിറ്റ് ആവുന്നില്ല. ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യനെയും കിട്ടുന്നില്ല. ലോകത്തെല്ലാ കമ്പനികൾക്കും ആവശ്യം നല്ല കപ്പാസിറ്റിയുള്ള മനുഷ്യരെയാണ്. അത് കൊടുക്കാൻ അക്കാഡമിക്സിന് സാധിക്കുന്നില്ല. അവിടെയുള്ള ഗ്യാപ്പാണ് ഈ സ്കില്ലേജ് ഫില്ല് ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അതിമനോഹരമായ ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഹോണർ ചെയ്യപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ഒരു പുതിയ ജീവിതത്തിൻ്റെ ഒരു സ്റ്റെപ്പിലേക്ക് കൂടി മുകളിലേക്ക് കയറാൻ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് എന്ന ബോധ്യത്തോടെ, അറിവൊരിക്കലും അവസാനിക്കുന്നില്ല എന്ന നിശ്ചയത്തോടെ മുന്നോട്ട് പോവുക. എല്ലാ ആശംസകളും.